നെൽകൃഷിക്കാർക്ക് കുടിശ്ശിക കൊടുക്കാനില്ല എന്ന് ഉത്തരവാദിത്തത്തോടുകൂടി ഞാൻ പറയുന്നു. കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകൾക്കെതിരെ അതിശക്തമായി പറയേണ്ടതാണല്ലോ. സംസ്ഥാനത്തിന് ഇത്രയും കുറച്ചാണ് കൊടുക്കുന്നതെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. 9,000 രൂപ നേരെ 5 വർഷം കഴിയുമ്പോൾ 18,000 കോടിയാവാം. നിങ്ങൾ ഏത് കണക്കെന്ന് നോക്കിക്കോളൂ. കാലത്തിനടുത്ത് അല്ല ഏത് ഞാനത് പറഞ്ഞത് 5 വർഷം കൊണ്ട് 70% 60% വർധന വരാം. എന്തായാലും 9,000 കോടി കൊടുത്തത് 18,000 കോടിയല്ലേ പരമാവധി ആവുമോ? ഇന്ത്യൻ ഗ്രോത്തിലോ എവിടുത്തെ ഗ്രോത്തിലോ അത്രയും വരില്ല. ഇവിടെ 37,000 കോടിയാണ് 5 വർഷം കൊണ്ട് കൊടുത്തത്. ആ 5 വർഷം കൊണ്ട് കൊടുത്തു. ഈ 5 വർഷം കൊണ്ട് എന്ന് വെച്ചാൽ അത്രയും വരേണ്ടല്ല, പഴയ കുടിശ്ശിക എളുപ്പം അടക്കം കൊടുത്തു. ഇപ്പോൾ ഈ 40,000 കോടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നൊരു ഗവൺമെൻറ്റാണ്. അപ്പോൾ അത് ജനങ്ങൾക്കറിയാം. പിന്നെ ഏത് മേഖലയെ കുടിശ്ശികയുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്? ക്ഷേമനിധി പെൻഷൻ 16 ക്ഷേമനിധി പെൻഷനുകൾ സംസ്ഥാന സർക്കാർ ക്ഷേമനിധിയുടെ പണത്തിൽ നിന്നല്ല, സംസ്ഥാന സർക്കാർ ഗ്രാൻഡായിട്ട് കൊടുക്കുകയാണ്. 16 ക്ഷേമനിധികൾ. ക്ഷേമനിധി എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റിനകത്ത് പണ്ട് ആകെ കളക്ട് ചെയ്തത് ഒരു 3,000 രൂപയൊക്കെയാണ് ഒരു അപ്പോൾ കളക്ട് ചെയ്യുന്ന പൈസയിൽ നിന്ന് മാത്രം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ചില ക്ഷേമനിധികൾക്ക് ഞാൻ പറഞ്ഞ എല്ലാം സർക്കാർ തന്നെ കൊടുക്കുന്ന ക്ഷേമനിധി അല്ല, എല്ലാ ക്ഷേമനിധിയും സർക്കാർ തന്നെ കൊടുക്കുന്നതല്ല. 16 ക്ഷേമനിധികൾ പൂർണ്ണമായി സർക്കാർ കൊടുക്കുന്നതാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പണം കിട്ടുന്നില്ല. ഈ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങളത് കൊടുത്തു. ഞങ്ങൾ ഈ നേരത്തെ 2 കുടിശ്ശിക കൊടുത്തല്ലോ, ഇപ്പോൾ 3 കുടിശ്ശിക ആയല്ലോ. ആ കുടിശ്ശികയെല്ലാം ആ കുടിശ്ശിക ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് നോക്കിയിട്ടാണോ? ഞങ്ങളന്ന് റൂൾ 300 അനുസരിച്ച് മുഖ്യമന്ത്രി അത് അനൗൺസ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഉപതെരഞ്ഞെടുപ്പ് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചോ? ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുക്കാനായിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താണ്ട് പാഴൂർ പടിപ്പുരയിൽ പോയി ജ്യോത്സ്യം ചെയ്താൽ പോലും പഴയ വിശ്വാസത്തിനകത്ത് പഴമേ പറയുന്ന പോലെ പാഴൂർ പടിപ്പുരയിൽ പോയി നോക്കിയാൽ പോലും അങ്ങനൊരു തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വരുമെന്ന് അപ്പം അറിയാമോ? അങ്ങനെ പറയുന്നതിനകത്ത് അർത്ഥമില്ല. നെൽകൃഷിക്കാർക്ക് കുടിശ്ശിക കൊടുക്കാനില്ല എന്ന് ഉത്തരവാദിത്തത്തോടു കൂടി ഞാൻ പറയുന്നു. നെൽകൃഷിക്കാർക്ക് കുടിശ്ശിക കൊടുക്കാനില്ല എന്ന് ഉത്തരവാദിത്തത്തോടെ ഞാൻ പറയാം. കാരണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും കാനറ ബാങ്കും ഫെഡറൽ ബാങ്കും കൂടിയുള്ള കൺസോർഷ്യത്തിൽ നിന്നാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ഈ വർഷം വെച്ചാൽ 1 മാസം മുമ്പ് അവരുടെ 1 വർഷക്കാലം ആ കാലാവധി തീർന്നിട്ട് അവർ പലിശ മാറ്റുകയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. കാനറ ബാങ്കും സ്റ്റേറ്റ് ബാങ്കുമായിട്ട് പലിശ സെറ്റിൽ ചെയ്തു. അവർ ചോദിച്ച പലിശ കുറച്ച് കൂടുതലായിരുന്നു. ആ പലിശയെക്കാളും കുറച്ച് നേരത്തെ ഉള്ളതിനനുസരിച്ച് കോമ്പറ്റീറ്റീവായിട്ടുള്ള റേറ്റ് ഫിക്സ് ചെയ്തു. ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഞാനും സിവിൽ സപ്ലൈസ് മന്ത്രിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെ ചർച്ച ചെയ്ത് ആ കാര്യം സെറ്റിൽ ചെയ്തു. അതിനകത്തൊന്നും കുടിശ്ശികയില്ല. അപ്പോൾ എന്തെങ്കിലും കാര്യം മനസ്സിലാക്കിയിട്ട് വേണം. അങ്ങനെ കുടിശ്ശികയില്ലെന്ന് മാത്രമല്ല, പാതാളം വരെ ഈ ഗവൺമെൻറ്റിനെ മുക്കിത്താക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദം ഉയർത്തേണ്ട ആളുകളാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് കോൺഗ്രസ് ഞങ്ങളുമൊക്കെ. മുന്നണി എന്ന് പറയുമ്പോൾ മുന്നണി അതിനകത്ത് സഹകരിച്ചിരിക്കുന്നവരാണ്. മുന്നണി എന്നാലേ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല. ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു വളരെ വിപുലമായ സഖ്യത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളൊക്കെ. കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകൾക്കെതിരെ അതിശക്തമായി പറയേണ്ടതാണല്ലോ. സംസ്ഥാനത്തിന് ഇത്രയും കുറച്ചാണ് കൊടുക്കുന്നതെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം ദേശീയ തലത്തിൽ അത്തരം ഒരു മുന്നണിയിൽ BJPയുടെ നിലപാടുകൾക്കെതിരെ ശക്തമായി പറയേണ്ട ആൾ ഇവിടെ വന്ന് തെറ്റായ കാര്യങ്ങൾ പറയരുത്. ആ തെറ്റായ കാര്യം രാഷ്ട്രീയത്തിനായാൽ പോലും വോട്ടർമാരെ അവമാനിക്കുന്ന തരത്തിൽ പറയരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. വേറെ ഒരു കാര്യവും പറഞ്ഞില്ല. അപ്പോൾ അത് വീണ്ടും കൂടുതൽ തെറ്റായ കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാണ് ഇപ്പോൾ പറയേണ്ടി വന്നത്.